ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം ഒക്കെ സമ്പത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ദുരുപയോഗവും അത് വരുത്തി വയ്ക്കുന്ന മനുഷ്യനാശവുമെല്ലാം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഥകളിലൂടെ ഈശോ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 16-ാം അധ്യായം ആരംഭിച്ചത് തന്നെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ അവന് കിട്ടിയ പദവിയും അവന് കിട്ടിയ ഉത്തരവാദിത്വവും സൗകര്യങ്ങളുമെല്ലാം അവൻ ദുർവിനിയോഗം ചെയ്ത് അവൻ്റെ ജോലി തന്നെ അവൻ്റെ ഏതാണ്ട് അസ്ഥിരമാകുന്ന അവസരത്തിൽ അവനത് തിരിച്ചു പിടിച്ചത് എങ്ങനെയാണ്, അവൻ്റെ കൗശലവും വിവേകവുമെല്ലാം അതുപോലെ ദൈവരാജ്യത്തിൻ്റെ മക്കൾ ദൈവരാജ്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വിവേകം വേണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതോടുകൂടി അവസാനിച്ച് 16-ാം അധ്യായത്തിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും ലൂക്കാ സുവിശേഷകൻ ആരംഭം മുതൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു തകിടം മറിച്ചിലിൻ്റെ ഒരു റിവേഴ്സലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടുള്ള ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഒറ്റ വാചകത്തിൽ തന്നെ ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ കൃത്യമായിട്ട് ഈശോ പറയുന്നു, അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ, ഒരു വാചകത്തിൽ തന്നെ അയാളുടെ ആർഭാടപൂർണമായ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ സമൃദ്ധി അതുപോലെ എല്ലാം നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് കണ്ടതാണ്. മൃദുല വസ്ത്രങ്ങളുടെയൊക്കെ പ്രതീകങ്ങൾ നമ്മൾ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ യോഹന്നാനെ നിങ്ങൾ എന്നാ മൃദുല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉള്ള ഒരാളെ കാണാനാണോ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ പലരും അപ്പം അതൊരു സമൃദ്ധിയുടെ വസ്ത്രം കൊണ്ടാണ് മനുഷ്യൻ്റെ അവൻ്റെ ഒരു ലിവിങ്, അവൻ്റെ ജീവിത നിലവാരം തന്നെ പലപ്പോഴും അളക്കുന്നത്. അന്നും അതെ, ഇന്നും അതെ. അത് കഴിഞ്ഞ് ഭക്ഷണമാണ്. നമുക്കറിയാം, ഭക്ഷണം ആർഭാടപൂർവ്വം നമ്മൾ അതിനകത്ത് ഗ്രീക്ക് വാക്ക് ലാംബ്രോസ് എഫ്രൈനോ എന്ന് പറഞ്ഞാൽ എന്നും ഒരു വിരുന്നിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ആഘോഷമായി തിന്നു കുടിച്ച് ആനന്ദിക്കാനുള്ള ആഘോഷമായി പോഷനായ ആ ധനികനൊക്കെ തന്നോട് തന്നെ പറഞ്ഞ ഒരു ജീവിതം സുഖിക്കാനുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു പ്രതീകമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സമ്പന്നന്മാരുടെ ജീവിതം അത് എത്രത്തോളം വിമർശനാത്മകമാണ് എന്ന് ആമോസിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വളരെ നിശിതമായി അന്നത്തെ ആ ജനത്തോട്, പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ജനത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്ത് സമൃദ്ധി ജീവിച്ചിരുന്നവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആമോസ്. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തു നിന്നും കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തു നിന്നും പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണാനാദത്തോടൊത്ത് അവർ വിവിധ ഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാകുക. നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി. വളരെ നിശിതമായ ഒരു സാമൂഹ്യ വിമർശനം നമ്മൾ ഈ ധനികൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, അവൻ്റെ രീതികളെക്കുറിച്ച് ആമോസിൻ്റെ ആ ഒരു വചനങ്ങളും നമ്മൾ ചേർത്ത് വേണം ഈ ഒരു വചനത്തെയും കാണാൻ. അടുത്ത വചനം അതിൻ്റെ നേരെ അടുത്ത കഥാപാത്രത്തെ കഥയിൽ അവതരിപ്പിക്കുക. നേരെ വിപരീതമായ ഒരു ജീവിതം. 20-ാമത്തെ വചനം, അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതും വളരെ പ്രകടമായ, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ
ഒരു നല്ല ഒരു കലാകാരൻ്റെ അതേ ഭാവനയോടെ ആർക്കും സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു മനുഷ്യൻ അവനെ തന്നെ ദരിദ്രനാണ്, അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവന് ധനികൻ്റെ പടിവാതിൽക്കലാണ് അവൻ കിടന്നിരുന്നത്, അവൻ എണീറ്റ് നിൽക്കുന്നു പോലുമല്ല, കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു പരാമർശങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. പടിവാതിൽ വലിയ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നഗരങ്ങൾക്കുമുള്ള കവാടത്തിൻ്റെ വലിയ ആഘോഷമായ വലിയ സമൃദ്ധിയുള്ള വലിയ ഗേറ്റുകളൊക്കെ നമ്മൾ വലിയ വീടുകൾക്കൊക്കെ കാണാറുണ്ട്. വലിയ അതിന് കെട്ടും പൂട്ടും അത് കഴിഞ്ഞ് ഒരു കാവൽക്കാരനുമൊക്കെ ആയിട്ട് നടക്കുന്ന അതിനെയാണ് നമ്മൾ ഇവിടെ പൂലോണ എന്ന് പറയുന്ന ഗ്രീക്ക് പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആർഭാടമായ പൂട്ടും കാവൽക്കാരുമൊക്കെയുള്ള ഗേറ്റാണ് പൂലോണ എന്ന പടിവാതിൽ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വെറുതെ ഒരു സിമ്പിൾ ഗേറ്റോ അല്ലെങ്കിൽ ഒരു അല്ല, ഇതൊരു വലിയ ധനത്തിൻ്റെ മുഴുവനും പ്രൗഢി കാണിക്കുന്ന ഒരു പദമാണത്. ആ പടിവാതിലിൻ്റെ അപ്പോൾ അകത്തായിരിക്കുകയല്ല, പുറത്തായിരിക്കും തൊട്ട് കിടന്നിരുന്ന മനുഷ്യൻ. അവൻ്റെ ആ ഒരു ഉപമയിൽ, ഏതെങ്കിലും ഒരു ഉപമയിൽ ആദ്യമായിട്ട് ഒരാളുടെ പേര് പരാമർശിക്കുന്ന ഇവിടെയാണ്. ആ ദരിദ്രൻ്റെ പേര് ലാസർ എന്നാണ്. ലാസർ എന്നുള്ളത് എലിയാസർ എന്നുള്ള വാക്കിൻ്റെ ചുരുക്കപ്പേരാണ്. നമ്മൾ എന്നാ പറയുന്നത്, ജോസഫ് അല്ലെങ്കിൽ ഔസേപ്പ് അല്ലെങ്കിൽ വർക്കി, ജോർജിനെ വർക്കി എന്നൊക്കെ വിളിക്കുന്ന പോലെ എലിയാസർ എന്ന പേരിൻ്റെ ചുരുക്കപ്പേരാണ്. ദൈവം എൻ്റെ സഹായം എന്നാണ് ആ എലിയാസർ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥം. അത് തന്നെയാണ് ലാസറിനും വരുന്നത്. ദൈവം തുണയായുള്ളവരാണ് ദരിദ്രൻ. നമുക്കറിയാം, അനാവിം പാവപ്പെട്ട ഒരു ദരിദ്രൻ, അത് സുവിശേഷത്തിൻ്റെ തന്നെ മുഖമുദ്രയാണല്ലോ. നമുക്കറിയാം, യേശു തൻ്റെ ജന്മസ്ഥലത്ത് വന്നിട്ട് നസ്രത്ത് സിനഗോഗിൽ വന്ന് പ്രസംഗിക്കുന്നത്, ഞാൻ ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കാൻ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ വളരെയധികം നമുക്ക് കൃത്യമായിട്ട് വളരെയധികം പരാമർശങ്ങളുണ്ട്. ദരിദ്രർക്ക് വേണ്ടിയിട്ടായിരുന്നു യേശുവിൻ്റെ നിലപാടുകളെല്ലാം. യേശു ആരോപണ വിധേയമാകുന്നത് മുഴുവൻ ദരിദ്രർ. അപ്പോൾ അതിനോട് ചേർത്ത് വേണം ഇവിടെയും കാണാൻ. ഈ ദരിദ്രനെ ഒന്ന് കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് തന്നെയാണ്, രണ്ടുപേരെയും ഒരേ തുല്യത നിർത്തിക്കൊണ്ടാണ് യേശു ഈ കഥ പറയണമെന്നത് വളരെ ശ്രദ്ധാർഹമാണ്. അപ്പോൾ അവനെക്കുറിച്ചും വിവരിച്ചു, ധനവാൻ്റെ ജീവിതശൈലിയെക്കുറിച്ചും വിവരിച്ചു. നല്ലൊരു കഥാകാരനായിരുന്നു യേശു. ദൈവം തൻ്റെ സഹായം. ദരിദ്രൻ തോക്കോസ് എന്ന ഗ്രീക്ക് പദം, പ്ലൂസിയോസ് എന്ന് പറയുന്ന അതാണ് സമ്പന്നൻ്റെ, ഒരു ധനികൻ്റെ ഗ്രീക്ക് പദം പ്ലൂസിയോസ്. രണ്ടും പേയ തുടങ്ങുന്നു. മറ്റേത് തോക്കോസ്, ഒരു ഓപ്പോസിറ്റാണ്. ഇത് ഭാഷയുടെ ഒരു ചെറിയ നല്ല മനോഹരമായൊരു ശൈലി. പ്ലൂസിയോസ് സമ്പന്നൻ എന്ന പദത്തിൻ്റെ എതിർപദമാണ്. അപ്പോൾ ഈ ലാസർ കിടന്നിരുന്നു എന്നതിൻ്റെ ഗ്രീക്ക് പദം ബെബ്ലേത്തോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളത് ആ ആളിനെക്കുറിച്ചുള്ള വിവരണത്തിൽ കൃത്യമായിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ദേഹം മുഴുവൻ വ്രണം എന്നൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ കുഷ്ഠരോഗിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മാറാരോഗം. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് സമൂഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അവന് പിന്നെ വേറെ ഒരു ജോലി എടുത്ത് പറ്റില്ല. അവൻ എന്തെങ്കിലും ഭിക്ഷ യാചിച്ചാണ് സാധാരണ ജീവിക്കുന്നത്. അപ്പോൾ ആ ഭിക്ഷ യാചിക്കാൻ പോലും ഇവന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ടുവന്ന് കിടത്തിയതായിരിക്കും ഏതെങ്കിലും ഒരു സഹൃദയർ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് കിടത്താനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നു എന്ന് പറയണത്. അവനെ അവിടെ എത്തിച്ച് ആ പടിവാതിക്കൽ കിടക്കുകയാണ്. എൽക്കോമേനോസ്, കവേർഡ് വിത്ത് വൂൺസ് എന്ന് പറഞ്ഞാൽ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു, വ്രണങ്ങളാൽ പൊതിയപ്പെട്ടു എന്നർത്ഥം. എൽക്കിമേനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവൻ എന്നുള്ള വികലാംഗനായ ഒരു കുഷ്ഠരോഗിയോ മറ്റ് ത്വക്ക് രോഗമുള്ളവനോ ആയ ഒരാളെ ഭിക്ഷ യാചിക്കാനായി ആരെങ്കിലും സഹൃദയർ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതാകാം. കഥയിൽ അത് വിശദീകരിക്കുന്നില്ല, എങ്കിലും നമുക്ക് അനുമാനിക്കാം. ലാസർ എന്ന പേര് ഇയാൾക്കുള്ളത് പ്രതീകമാത്മകമാണ്. നമുക്കറിയാം, കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ ധനവാനുമൊക്കെ ആയിട്ട് ഒന്ന് സംവേദിക്കുമ്പോൾ ഈ ഒരു പേര് പറഞ്ഞ് വേണമല്ലോ സംവേദിക്കാൻ. അതിനൊക്കെയുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ലാസറിന് വേറെയും നമുക്ക് അർത്ഥമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറാണ് മരിച്ച് ഉയർപ്പിക്കുന്നതുമൊക്കെ. ലാസർ ഉപമയിലൊരു കഥാപാത്രം പേര് അറിയപ്പെടുന്നത് ഇവിടെ മാത്രമാണ്. അപ്പോൾ അത് ലാസർ എന്നുള്ള പേര് വരുമ്പോൾ നമുക്കറിയാം ദൈവം മാത്രം തുണയുള്ള പാവപ്പെട്ടവൻ്റെയൊക്കെ
ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ദരിദ്രൻ എന്ന സംജ്ഞ ലൂക്കാസ് സുവിശേഷത്തിൽ ഏറെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഓർമ്മിപ്പിച്ചതാണ് 4:18, 6:20, 7:22 ഇവിടെയൊക്കെ ഈ ദരിദ്രരോടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതെന്നുള്ള പരാമർശം. സദ്വാർത്ത ആദ്യം എത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ ലഭിക്കുന്ന ദരിദ്രർ എന്ന വിഭാഗത്തിനാണ് പേര് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ശ്രദ്ധയും ദൈവത്തിൻ്റെ കണ്ണ് പതിയുന്നതും ദരിദ്രരാണ്. അതുകൊണ്ടാണ് അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അവരെ പേര് ചൊല്ലി എന്ന് പറഞ്ഞാൽ പേര് ചൊല്ലി വിളിക്കുന്നെന്ന് പറഞ്ഞാൽ അത്രയധികം അധികാരവും അത്രയധികം കരുതലും അത്രയധികം ശ്രദ്ധയും തമ്പുരാന് ദരിദ്രരോടുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന യേശുവിൻ്റെ നിലപാട് തന്നെയാണ് ദൈവത്തിൻ്റെ. പിന്നീട് അബ്രാഹവും ധനവാനും തമ്മിലുള്ള സംവാദം സുഗമമാക്കുന്നു. 16-24 വരുമ്പോൾ നമ്മൾ ആ പേരുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നും. യേശു മരണത്തിന് ഉയർപ്പിച്ച ലാസർ, യോഹന്നാൻ്റെ സുവിശേഷം 11 ഈ രചനയുടെ ഒരു കണ്ണിച്ചേർക്കലാകാം. കാരണം ഇനി വരാൻ പോകുന്ന കഥയുടെ ഒരു നിഴൽ ഇവിടെ കാണുന്നുണ്ട്. കാരണം ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ബാക്കിയെല്ലാം എത്രയോ 1-2 വ്യക്തികളുടെയൊക്കെ ഈ പറഞ്ഞ ജെയറോസിൻ്റെ കൊച്ചിനെ അതുപോലെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും. പക്ഷെ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അതൊരിക്കലും ഒരു ഒരു വലിയ അത്ഭുതമായിട്ടല്ല കാണുന്ന യഹൂദ പ്രമാണിമാർ. അവരതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് യേശുവിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്താനുള്ള ഒരവസരമാക്കി മാറ്റി. അപ്പം ഒരു ലാസർ എന്ന് പറയുന്ന ആളിന് അങ്ങനെയൊക്കെയുള്ള പല പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട് എന്നോർക്കുക. അത് യാദൃശ്ചികമായിട്ടല്ല ആ പേരങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത വചനം എന്ന് പറയുന്നത് 21. അവൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? മറ്റവൻ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ ഇവൻ്റെ ഭക്ഷണ രീതിയാണ്. അവൻ്റെ ദരിദ്രൻ്റെ വസ്ത്രധാരണവും ഒക്കെ ആദ്യം അവൻ്റെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തേത് വളരെ കൃത്യമായിട്ട് അത് പോണത്. ധനവാൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ അവൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയും ദരിദ്രനായ അല്ലെങ്കിൽ ഈ ലാസർ അവൻ്റെ വസ്ത്രധാരണം, അവന് തീരെ ഒന്നുമില്ല, ദേഹം മുഴുവനും വ്രണങ്ങളാണ്, അവന് യാതൊരു വസ്ത്രവും ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ അതേപോലെ പരിമിതമായ ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ ഭക്ഷണ രീതി എന്താ, അവനെങ്ങനെയാണ് ഭക്ഷിക്കുന്നതെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്ന കഥയിൽ. ധനവാൻ്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ഈ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ലാസറിൻ്റെ ദയനീയത പ്രകടമാക്കുന്ന ഏറ്റവും സംക്ഷിപ്തമായൊരു വിവരണം, നായ ഒരു അശുദ്ധ മൃഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ മുതലേ ആ കാനാൻകാരി സ്ത്രീയോടൊക്കെ യേശു കൊടുക്കുന്നൊരു മറുപടി അല്ലേ, മക്കൾക്കുള്ളത് നായ്ക്കൾക്കുള്ളതല്ല, വിജാതീയരെയൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത് നായ്ക്കളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പം നായ്ക്കളാണ് അത് സ്പർശിക്കുന്നതെല്ലാം, അതുകൊണ്ട് അശുദ്ധമാകും. അതാണ് ഇതിനെ നക്കിക്കൊണ്ടിരുന്നത്. അത്ര നിസ്സഹായനായി ഈ പറയുന്ന ലാസർ. ദരിദ്രൻ എത്രത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണെന്ന് വരച്ചു കാട്ടുന്നു. അവൻ എത്രത്തോളം, അവനിങ്ങനെ ആരും തുണയില്ല. അവനെ പിന്നെ അവൻ്റെ കനാൻകാരി സ്ത്രീയോട് പറയുന്ന മക്കളുടെ മേശയെന്ന് മത്തായി 15:27. സമ്പന്നരുടെ മേശ വിഭവങ്ങൾ ബാക്കി വന്ന ഈ അപ്പക്കഷ്ണങ്ങൾ എന്ന് പറയുന്നത് അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ വരാറുണ്ട്. സാധാരണഗതിയിൽ അവർക്ക് ഈ ആദ്യത്തെ ഒരു കോഴ്സൊക്കെ ഉണ്ട്, അതിന് സാധാരണ സൂപ്പൊക്കെയാണ്. അതുപോലുള്ള ഇത് കഴിഞ്ഞ് അത് ആ സൂപ്പ് കുടിച്ച് പിന്നെ ഈ കയ്യേൽ എണ്ണയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ അവരാദ്യം വലിയ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ബ്രെഡ് കൊണ്ട് കൈ തുടയ്ക്കുക. ഇന്നത്തേക്കാൾ പോലെ കൈ കഴുകുന്നതിന് പകരം അവർ കൈ തുടച്ച്, അപ്പോൾ അത് കുറച്ചും കൂടി എണ്ണ ഒപ്പിയെടുക്കും. അതുകൊണ്ട് തന്നെ ആ അപ്പക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മിക്കവാറും ആ പ്ലേറ്റിനകത്ത് നിന്ന് മിക്കവാറും അതിൻ്റെ സേവകരൊക്കെ കൊണ്ടുപോയി പുറത്തോട്ടിടും. പട്ടികൾക്കോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഇന്നത്തെ പോലെ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഇത് ആണ് ഇവൻ ഈ പറഞ്ഞ ദരിദ്രനായ ഈ ലാസർ, അവൻ്റെ ഭക്ഷണം അതായിരുന്നു. അങ്ങനെ വീണ് കിട്ടുന്ന മിച്ചം നമുക്കറിയാം, എച്ചിൽ അവൻ്റെ മേശയിൽ നിന്ന്, അതാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ള അർത്ഥം. അതാണ് അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ ഭക്ഷണങ്ങൾ. അത് ചിലപ്പം ഈ റൊട്ടി കഷ്ണങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, ഭക്ഷണം, മീനിൻ്റെ ബാക്കി, അതുപോലെ പലതും ഉണ്ടാവും. അപ്പം
സമ്പന്നരുടെ മേശ വിഭവങ്ങളിൽ ബാക്കി വന്നതാകാം, കൈ തുടച്ച് വലിച്ചെറിയുന്ന അപ്പക്കഷ്ണങ്ങളാകാം. ഏതായാലും ഈ ദരിദ്ര യാചകന് ഈ അപ്പക്കഷ്ണങ്ങൾ ഒഴിച്ച് മറ്റൊരു സഹായമോ പരിഗണനയോ ഒന്നും ഈ ധനികൻ കൊടുക്കുന്നില്ല. അതാണ് അവൻ്റെ ഭക്ഷണം. ആരും ഔദാര്യപൂർവ്വമായിട്ട് അവനൊന്നും കൊടുക്കുന്നില്ല, അത് കളയുന്നതാണ്. അതാണ് ഈ മനുഷ്യൻ, ഈ ലാസർ കഴിക്കുന്നത് ഭക്ഷണ രീതി. 16:22 വളരെ ചുരുങ്ങിയ വാക്ക്. എനിക്ക് തോന്നുന്നേ ബൈബിളിലെ വളരെ ഒറ്റ വാക്കിൽ പറയുന്നൊരു സാധന. അവൻ ദരിദ്രനും മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു, ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. ശ്രദ്ധിച്ചാണ് ആ വചനം. ദരിദ്രൻ മരിച്ചു, ലാസർ, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു, പിന്നെ ധനികനും മരിച്ചു. കഥയാണ്. ധനികനും മരിച്ചു, അടക്കപ്പെട്ടു. ഒന്നും പറയുന്നില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന്. മറ്റതിന് റിസൾട്ടുണ്ട്, മറ്റതിൻ്റെ ഫലം കാണിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് മാലാഖമാർ ലാസറിനെ കൊണ്ടുപോയി. ധനികൻ മരിച്ചു, അടക്കപ്പെട്ടു. ആരും അവനെ കൊണ്ടുപോകാനില്ല, എവിടേക്കും സംവഹിക്കപ്പെടാനുമില്ല. അത് വളരെ ഒരു കഥയിലൊരു കാര്യമാണ്. അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലാണ് ദരിദ്രൻ. മടി എന്ന് പറയുന്നത് കോൾപോസ് എന്ന ഗ്രീക്ക് പദമാണ്. ആത്മബന്ധത്തിൻ്റെ മടി അല്ല, നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മടിയിലെടുത്തിയാണ് താലോലിക്കുന്നത്. അതേപോലെ അതൊരു വലിയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അത്രയും അടുപ്പമുള്ളവരെ മടിയിൽ കയറിയിരിക്കുള്ളൂ. സാധാരണ മാതാപിതാക്കളുടെ മടിയിലാണ് മക്കൾ കയറിയിരിക്കുന്നത്. അല്ലാണ്ട് അതുപോലൊക്കെയുള്ള വലിയ സൗഹൃദം, അല്ല ചിലപ്പോൾ ഭാര്യാഭർത്താക്കന്മാരിരിക്കുമായിരിക്കും, കാമുകന്മാരിരിക്കുമായിരിക്കും. അതൊക്കെ അങ്ങനെ ഒരു ഇതാണ് കോൾപോസ്. ആ ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ് മടിത്തട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ. പിതാവും പുത്രനും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമാണ് കോൾപോസ്. അവസാന അത്താഴത്തിൽ യേശുവിൻ്റെ വക്ഷസ്സിൽ പ്രിയ ശിഷ്യൻ ചാരിക്കിടന്നു എന്ന് സൂചിപ്പിക്കുന്നതിനും ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർത്തോണം. അവസാന അത്താഴത്തിൽ യേശുവിൻ്റെ മടിയിൽ നിന്നോണം എന്ന വണ്ണമാണ്. പക്ഷസ്സിനോട് ചേർന്ന് കിടന്നിരുന്ന ആ ശിഷ്യനോടാണ് ആരാണ് നിന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കാൻ പറയുന്ന മറ്റുള്ളവരെല്ലാം കൂടി. അപ്പം അതെല്ലാം ആ ഒരു ആത്മബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒക്കെയുള്ള സൂചനകളാണ്. അബ്രാഹത്തിൻ്റെ മടി എന്ന ആശയം ലൂക്കായിൽ മാത്രമേ കാണുന്നുള്ളൂ. വേറെ എവിടെയും ഈ സുവിശേഷങ്ങളൊന്നും ഈ ഒരു പദപ്രയോഗം നടത്തുന്നില്ല. അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുന്നത് മരിച്ച പിതാക്കന്മാരോട് ചേരുമെന്ന ആശയത്തിൽ നിന്നാകാം ഈ പദപ്രയോഗം. അതായത് നമ്മൾ പുറപ്പാട് പുസ്തകം 49, അതായത് പുറപ്പാട് അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു പദപ്രയോഗമായത്. നമുക്കത് നോക്കാം. പ്രത്യേകിച്ച് 49-ാം അധ്യായം 33-ാമത്തെ വചനം എന്താ കൃത്യമായിട്ട് പറയുന്നു? യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നതാ. തനിക്ക് പറയാനുണ്ടായിരുന്നതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു, അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. അതിനേക്കാളും കുറച്ചും കൂടെ വ്യക്തതയോടെ പറയുന്നതാണ് സംഖ്യ 27:13. ജോഷുവ മോശയുടെ പിൻഗാമി. അപ്പം മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു, അബാറിം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിൻ്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. ഈ ഒരു പഴയ നിയമസങ്കല്പമുണ്ട്. മരണം എന്ന് പറയുന്നത് പൂർവിക ഇതിന് മുമ്പ് കടന്നുപോയ ജനത്തോട് ചേരുന്നതാണ്, പൂർവ്വപിതാക്കന്മാരോട് ചേരുന്നതാണ് എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെയും ലാസറിന് സംഭവിക്കുന്നത്. ലാസർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് ആനയിക്കപ്പെട്ടു എന്നുള്ളത് ഈ ഒരു അർത്ഥത്തിലാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. യഹൂദ സംസ്കാരത്തിൽ മാലാഖമാർ മരിച്ചയാളെ സംവഹിക്കുന്നു എന്നൊരു സങ്കല്പമില്ല. പക്ഷേ എന്നാൽ മറ്റ് പല സംസ്കാരങ്ങളിൽ നിന്നും കടം കൊണ്ടതാകാം. നമ്മുടെ ലൂക്കാസ് സുവിശേഷൻ ഗ്രീക്ക് സംസ്കാരമൊക്കെ കൂടുതൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതുപോലെ ബാബിലോണിയൻ സംസ്കാരങ്ങളൊക്കെ, അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വരായിരിക്കാം മാലാഖമാരാണ് ഈ ഒരു ആളിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ആശയം കൊണ്ടുവരുന്നത്. ലാസർ അബ്രാഹവുമായി ദൈവിക ആനന്ദത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള സൂചനയാണ് അവിടെ കൃത്യമായിട്ട്. അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുന്നത് ഒരു സ്വർഗത്തിൻ്റെ പ്രതീകമാണ്.
ധനികൻ്റെയും മരണം നടന്നു, യാതൊരു ഭാവി സൂചനകളുമില്ലാതെ. നമുക്ക് പറഞ്ഞത് സദുക്കായ ഭാഗം. ഇനി എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്, ഈ സാധാരണ യഹൂദരുടെ ഇടയിലെ സമ്പന്നരെന്ന് പറയുന്നത് സദുക്കായ വിഭാഗമാണ്. നമുക്കറിയാം സദുക്കായരുടെ കാര്യം സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ മാത്രമേ അവൾ യേശുവിനോട് അവർ തർക്കിക്കാൻ വരുന്നുള്ളൂ. അത് എന്ത് കാര്യത്തിലാണെന്ന് നമുക്കറിയാം. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, മാലാഖമാരിലും സ്വർഗത്തിലും നരകത്തിലും ഒന്നും വിശ്വസിക്കാത്തവരാണ്. അങ്ങനെ ഈ ഒരു രീതിയിൽ സദുക്കായ സമ്പന്നരാണ്. അവർക്ക് വേറെ ആവശ്യമൊന്നുമില്ല. അവരൊക്കെയാണ് വലിയ തോട്ടം മുതലാളിമാരും, അവരാണ് ജെറൂസലേമിലെ വലിയ യഹൂദരുടെ ഭരണം, സനദ്രിൻ്റെ അംഗങ്ങളുമൊക്കെ അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും വളരെ ശക്തമാണ്. ആ ധനികർ അവർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ, അവർക്ക് ആവശ്യത്തിന് പണമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ വേണ്ട. അതുകൊണ്ട് ദൈവവും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്വർഗീയ ആനന്ദവും സമ്മാനവും ഒന്നും അവരുടെ ചിന്തകൾക്കോ അവരുടെ ഭാവനകൾക്കോ ഒന്നും ഒരിക്കലും സ്ഥാനം കിട്ടിയിരുന്നില്ല അതിന്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആണിതിനെ കാണുക. അതുകൊണ്ട് ഈ ധനവാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന് പിന്നെ സ്വർഗനരകങ്ങളുടെ കാര്യം ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. സദുക്കായ വിഭാഗം പൊതുവെ സമ്പന്നരും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്തവരുമായിരുന്നു എന്നത് ഇതിനോട് ചേർത്ത് കാണണം. അവരുടെ ഒരു പ്രതിനിധിയാകാം ഒരു കഥയിലെ ഈ ഒരു ധനികനെന്ന് നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാം. 16:23 അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. വളരെ കൃത്യമായൊരു വചനം. എവിടെയായിരുന്നു ധനികൻ? അവൻ നരകത്തിലായിരുന്നു. ഹദസ്, പാതാളത്തിൽ എന്നൊക്കെ പറയുന്നത്. അവൻ നരകത്തിലാണ്. നരകവേദനയുടെ ഒരു ഇടമാണല്ലോ നമുക്കറിയാം. ഹാദസ് എന്ന് പറയുന്നത് 10-15 പരാമർശിക്കപ്പെടുന്ന പാതാളം എന്നൊക്കെ പറയുന്ന പീഡകളുടെ വേദനകളുടെ ഇടമാണ്. അവിടെയാണ് അവൻ. അവസാന വിധിക്ക് മുമ്പുള്ള ഒരു ഇടവേളയുടെ സ്ഥലമായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്. ഹാദസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീക്ക് പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു അവസാന വിധിക്ക് മുമ്പ് ഒരാൾക്കാർ എത്തിപ്പെടുന്ന ഒരു സ്ഥലം. അവസാനമായാലും ഇടത്താവളമായാലും രണ്ടുപേരും തമ്മിൽ കാണാൻ സാധിക്കുന്ന വിധത്തിൽ, എന്നാൽ വലിയ വേർപാടിൻ്റെ ഘട്ടത്തിന് ഇരു കരകളിലുമാണ് ഇവിടെ പരാമർശിക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ ശ്രദ്ധാർഹമായ ഈ കഥയിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്ന പശ്ചാത്തലത്തിലാണ് അവർ ജീവിച്ചത്. ധനവാനും അവൻ്റെ ദരിദ്രൻ അവൻ്റെ പടിവാതിൽക്കൽ, അതിലപ്പുറം അവന് ദൃശ്യമായൊരു ഇടമില്ല. പടിവാതിലൂടെ അല്ലാതെ അവന് ഇറങ്ങാനോ പോകാനോ പറ്റിയില്ല. അതേപോലെ മരണാനന്തരവും ഇവർ തമ്മിൽ കാണുന്നു എന്നുള്ളത് ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മരണാനന്തരം ധനവാൻ നരകത്തിൽ കിടന്ന് വേദനിക്കുമ്പോൾ അപ്പുറത്ത് എൻ്റെ പടിവാതിൽക്കൽ കിടന്ന് ഞാൻ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത അവൻ അവിടെയാണ്ട് വളരെ സന്തോഷത്തോടെ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ സന്തോഷിക്കുന്നു. ഈശോയുടെ ഒരു കഥ പറച്ചിലായത്. ആ കഥയിൽ കൊടുക്കുന്ന വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ ലോകത്തിലും ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഞാൻ ദരിദ്രനാണ്, എനിക്ക് ഒന്നുമില്ല എന്ന് ഞാൻ ബോധ്യമാവുന്ന എപ്പോഴാണ്? എന്നോടൊപ്പം ഉള്ള വേറൊരുത്തൻ വലിയ വീടും കൊട്ടാരവും അവൻ്റെ ജീവിതം മുഴുവനും ആസ്വദിച്ചെല്ലാം. അല്ലേ എനിക്കൊക്കെ ഒരുപോലെ നമ്മളൊക്കെ ഒരു 60കളിലൊക്കെ മുമ്പാണെങ്കിൽ നമ്മുടെ എല്ലാം വീടുകൾ ഒരുപോലെയായിരുന്നു. ആർക്കും ഒരു അപകർഷതയില്ല. ഓല മേഞ്ഞ വീടുകൾ, ഓട് മേഞ്ഞ വീടുകൾ, തറ നമ്മൾ ചാണകം കൊണ്ട് മേഞ്ഞ തറകൾ, ഇതൊക്കെ കഴിഞ്ഞ് മാറിയിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മക്കളൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി, അപ്പം ചിലർ വളരെ പോഷായിട്ട് 2 നില കെട്ടിടം, ഗേറ്റ് ഒക്കെ വെക്കുമ്പോൾ അവൻ്റെയോടൊപ്പം പണ്ട് ഓല മേഞ്ഞ് കിടന്നിരുന്ന അല്ലെങ്കിൽ ഓട് മേഞ്ഞ് കിടന്നിരുന്ന ആ കൊച്ചു വീടിൻ്റെ അപ്പുറത്ത് കിടക്കുന്നവൻ അപ്പോഴാണ് അവനൊരു വിഷമം. അപ്പോൾ അവന് സങ്കടം, അവന് പ്രയാസമായി, അവനൊരു നാണക്കേടായി. അവൻ കഴിയുന്നിടത്തോളം ഇവിടുന്ന് അകന്നു പോകാൻ നോക്കും. അപ്പം ഇവിടെയുള്ള ഈ ഒരു ഉയർച്ച താഴ്ചകളാണ് ഇവനെ വേണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരും വിഷമിക്കുകയില്ല, ആർക്കും സങ്കടമില്ല.
ഇതേപോലെ തന്നെയാണ് നരകമെന്ന് പറയുന്നത്. മറിച്ച് ഇവിടെ സുഖിച്ചവൻ അന്ന് വേദനിച്ചവനെ സന്തോഷം സംതൃപ്തിയിലും ജീവിക്കുന്നത് കാണുന്നതാണ് അവൻ്റെ വേദന. അവൻ്റെ നരകം അതാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വേദന ഇരട്ടിപ്പിക്കുന്ന അതാണ്. അവൻ ലാസറിനെ കണ്ടു, അങ്ങ് അബ്രാഹത്തിൻ്റെ മടുത്തിട്ടിൽ എല്ലാ ആനന്ദങ്ങളോടും കൂടി ജീവിക്കുന്നത്. അതാണ് വളരെ കൃത്യമായൊരു വചനമാണ്. അവൻ അങ്ങ് ദൂരെ അവസാനമായാലെടുത്ത് വലിയ കീഴ്മേൽ മറിച്ചിൽ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റിവേഴ്സലിൻ്റെ കഥയാണ്. ഇതൊരു കീഴ്മേൽ മറിച്ചിലിൻ്റെ കഥയാണ് നടന്നിരിക്കുന്നു. അന്ന് സുഖിച്ചിരുന്ന ധനവാൻ ഇപ്പോൾ വേദനിക്കുന്നതും ലാസറും, അന്ന് ദരിദ്രനായിരുന്ന ലാസർ ഇന്ന് സുഖിക്കുന്ന ധനികനും പരസ്പരം കാണുന്നു. ഇതൊരു വളരെ ശക്തമായൊരു താക്കീതാണ് നമ്മളോടൊക്കെ തരുന്നത് കേട്ടോ. പരസ്പരം കാണാനുള്ളതാണ്, കണ്ടുമുട്ടാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ധനവാൻ്റെ വേദന ഇരട്ടിപ്പിക്കുന്നു. ലൂക്ക 13:28 ഇത്തരം ഒരു കണ്ടുമുട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്കറിയാം, ഈ റിവേഴ്സൽ 23-ാമത്തെ വചനം, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവിടെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന 24-ാമത്തെ വചനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. വളരെ ശക്തമായൊരു കഥയിലൂടെ ചില മുന്നറിയിപ്പുകളും ചില വളരെ ആഴമായ ചിന്തകളും ഈശോ നമുക്ക് തരുന്നുണ്ട്. ദൈവം അതിലോട്ട് നമ്മളെ ഉൾച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.